Hello, welcome back. Morocco third day. ഇങ്ങനെ ഓർമ്മയില്ലേ, ഇന്നലെ നമ്മൾ ഡാൻസൊക്കെ കളിച്ച് നമുക്ക് ടീ ഒക്കെ ഉണ്ടാക്കി തന്ന കക്ഷിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളോട് യാത്ര പറയുകയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ കാണുന്നതൊക്കെ വീണ്ടും പറയുന്നു ഒലിവ് മരങ്ങളാണ്. ഇവിടുത്തെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് ഈ ഒലിവാണ്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ വൊളൂബിലിസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണൊക്കെയാണ് പോകുന്നത്. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ റോമൻ എംപയേഴ്സ് അറൗണ്ട് നിയോളിത്തിക് ഏജ് മുതൽ നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ കാണാൻ പോകുന്ന റൂയിൻസ് കാണാൻ പോകുന്ന സ്ഥലത്ത് ആളുകൾ താമസിച്ചിരുന്നു. അവരുടെ ഒരു വലിയ സ്ഥലമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റോമൻസ് അറൗണ്ട് 700 ഇയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം ക്രിസ്ത്യൻസ്, റോമൻസ് മീൻസ് ലാറ്റിനൈസ്ഡ് ക്രിസ്ത്യൻസും ഒക്കെ ആയിട്ട്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 8th സെഞ്ച്വറി ഒക്കെ ആയപ്പോൾ ഇസ്ലാമിക് സെറ്റിൽമെൻറ്റ് വന്നു. അങ്ങനെ എല്ലാവരും ഈ സ്ഥലം വളരെ ആകർഷണമായി വന്ന് കുറച്ച് കാലം നിന്ന് പിന്നെ അത് അബാൻഡൻ ചെയ്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റൂയിൻസ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റോമൻസ് പണ്ടുണ്ടാക്കിയിട്ടുള്ള അവരുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ്റെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ ഹാരപ്പ മൊഹൻജോദാരോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബേസിക്കലി ഈ സ്ഥലം ഈ എല്ലാ സെറ്റിൽമെൻറ്റ്സുകാരും അവരുടെ ഫസ്റ്റ് ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ക്യാപിറ്റലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഉയരമുള്ള എല്ലാം കാണാൻ പറ്റുന്ന ഡിഫൻസ് പർപ്പസിലും ഫെർട്ടിലിറ്റി നമ്മുടെ ഇൻകത്തിനൊക്കെ സോഴ്സുള്ള സ്ഥലമായിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അന്ന് കാലത്ത് തന്നെ മൊസൈക്കിൻ്റെ സംഭവങ്ങൾ, അതായത് മൊസൈക്കുള്ള വീടുകൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആലോചിക്കണം, ഒരുപാട് മുമ്പത്തെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ടെക്നോളജിയെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നും. ഇയാൾ ഈ വെള്ളം എന്തിനാ കൈ പിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും വെള്ളം കുടിക്കാനാണ്. പക്ഷെ അല്ല, ആ വെള്ളം എടുത്ത് അവിടെ ഒഴിക്കും, ആ മൊസൈക്കിൻ്റെ അവിടെ. എന്നിട്ട് അവിടുത്തെ പിക്ചേഴ്സ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ക്ലിയോപാട്ര ഒക്കെ അറിയാലോ, മാർക്ക് ആൻ്റണി ക്ലിയോപാട്ര. അപ്പോൾ അവരുടെ മകൻ ജൂബ എന്ന് പറഞ്ഞ കിങ്ങൊക്കെ ഇവിടെ താമസിച്ചിരുന്നു. അവരുടെ ഒരു കിങ്ഡം ആയിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അതൊക്കെ അബാൻഡൻ ചെയ്തു, ഒരു ഫെസ്സിലോട്ട് മൂവ് ചെയ്തു എന്നൊക്കെയാണ്. ഇയാളുടെ കുറച്ച് സംസാരം നിങ്ങൾ കേട്ടു. Olives, and this is why it was the second choice. പണ്ട് റോമൻസ് യൂസ് ചെയ്തിരുന്ന പല ടെക്നിക്കുകളും ഇപ്പോഴും മൊറോക്കൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും അതിൻ്റെ ഒരു ബ്രില്യൻസ് ആണ് കാണുന്നത്. ഇവിടെ ഇതുണ്ടായിരുന്നു, ഡാം പോലെ കെട്ടിയിരുന്നു, അണക്കെട്ട് പോലെ. അതുപോലെ സ്വീവേജ് പ്രോപ്പറായിട്ട് ചെയ്തിരുന്നു. ഇതൊന്നും അന്നത്തെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാതെ. ഇപ്പോൾ നമ്മൾ പല സിവിലൈസേഷനിലും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ടെക്നോളജി ഇപ്പോഴും ഇവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. Just for having the same Roman lifestyle was in Rome, Pompeii, Ephesus or other Roman cities. ഇത് സ്വീവേജ് വാട്ടർ പോയിരുന്ന അതിനെ ക്ലോസ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. അങ്ങനെ ക്ലോസ് ചെയ്ത് നമ്മളിപ്പോഴും പല സ്ഥലങ്ങളും കാണില്ലേ അങ്ങനെയൊക്കെ. അന്ധകാലത്തിൽ രാജകുമാരിക്ക് കിടക്കാനൊരു ബെഡ്റൂം, പിന്നെ ഭക്ഷണം കഴിക്കാൻ വേറെ സ്ഥലം, അങ്ങനെ ഓരോന്നും ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിലായിരുന്നു. മട്ടുപ്പാവ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു എർത്ത്ക്വേക്ക് വന്നിട്ടാണ് ഇതാകെ നശിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ സ്ഥലത്ത് ഞാൻ ചെറുപറ ഫോട്ടോസ് എടുത്തു, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ നല്ല അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പ് കാണുവാണ്. ഇതിന് മുമ്പ് നിങ്ങൾ കണ്ട ലാൻഡ്സ്കേപ്പിൽ നിന്ന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടാണ് ഈ ലാൻഡ്സ്കേപ്പ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥലം. അതായത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഭയങ്കര ഡിഫറൻ്റാണ് ഇവിടുത്തെ ടോപ്പോഗ്രഫി കാണുമ്പോൾ. ഇത് ഫുള്ള് എനിക്ക് തോന്നുന്നു ഫാമിംഗ് ലാൻഡ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഡോങ്കീനെയാണ് നമ്മൾ ഫാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. കണ്ടില്ല, ഡോങ്കി ഒരുപാട് അവിടെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഡോങ്കീസിനെ വെച്ചിട്ടാണ് ഇവർ ഫാം ചെയ്യുന്നത്. മറ്റേ നമ്മുടെ ഇവിടുത്തെ പോലെ ഓക്സും കാളയും മറ്റേ കാള, ബഫല്ലോ അതൊന്നുമില്ല.
ഇങ്ങനെയുള്ള സ്ഥലങ്ങളും മലകളൊന്നും ഞാൻ ഇതുവരെ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല. വളരെ യുണീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലോസ് ഷോട്ടായിട്ട് ഇത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ആദ്യം ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ബ്ലൂ സിറ്റി ആയിട്ടുള്ള ഷെഷോവനിലോട്ടാണ്. അപ്പോൾ ഞങ്ങളൊരു കടയിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ ചാടി കയറിയിട്ട് ഫിഷ് മതി എന്ന് പറഞ്ഞു. ഫിഷ് അപ്പോൾ അവർ ജസ്റ്റ് അങ്ങോട്ട് വേവിച്ച് പച്ചക്കാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പച്ചക്കല്ല, വേവിച്ചിട്ടാണ്. പക്ഷേ അതിലൊരു മസാല ഒരു സംഭവം ഇല്ല കേട്ടോ. അതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ള പാകിസ്ഥാനി പയ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവനോട് ചോദിച്ചു ഈ സാർഡൈൻ നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവനത് കഴിക്കാറില്ല. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാനിങ്ങനെ കഴിക്കുവാണ്. ഈ മത്തിയാണ് സംഭവം. എനിക്കത് മത്തിയാന്ന് മനസ്സിലായില്ല. ബേസിക്കലി ഞാൻ അവനോട് തർക്കിച്ച് പറഞ്ഞു ഇത് മത്തിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അവസാനം അത് കഴിച്ച് നമുക്ക് ഈ മസാല ഇല്ലാതെ കഴിച്ചിട്ട് നമുക്ക് പരിചയമില്ലാത്തത് കാരണം അത് ആ മത്തിയുടെ ടേസ്റ്റ് പോലും മനസ്സിലായില്ല എന്നുള്ളതാണ്. പച്ചക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ കഴിക്കുമ്പോൾ, മസാല ഇല്ലാതെ ജസ്റ്റ് വേവിച്ച് കഴിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു നാണക്കേട് തോന്നി. കാരണം കേരളത്തിൽ നിന്ന് വന്നിട്ട് അത് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളിതാ എത്തി. ഷെഷോവൻ കണ്ടോ, ബ്ലൂ കളറിൽ കാണാല്ലേ. നമ്മൾ സിറ്റിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ട്രിപ്പിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്ത ഒരു വൺ ഓഫ് ദ പാർട്ട്. ഇനി നമ്മൾ അങ്ങോട്ട് കാണുന്നത് മൊത്തം ബ്ലൂ കളറായിരിക്കും കേട്ടോ. ഈ സിറ്റിയാണ് ബ്ലൂ സിറ്റി, ബ്ലൂ പേൾ ഓഫ് മൊറോക്കോ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരണം. ഇതുപോലെ 8-9 ദിവസത്തെ ട്രിപ്പൊക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഷെഷോവനിൽ വരാൻ പറ്റുള്ളൂ. കാരണം ഇത് നോർത്ത് സൈഡിലാണ് കിടപ്പുള്ളത്. അപ്പോൾ നമുക്ക് മർക്കേഷിലൊന്നും പോയിട്ട് പിന്നെ സഹാറയിലൊന്നും പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരണമെങ്കിൽ കുറച്ച് അധികം ട്രാവൽ ചെയ്യണം നമ്മൾ. അപ്പോൾ കസബ്ലാങ്കയിൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതുപോലെ ട്രെയിനൊക്കെ എടുത്ത് മെക്നസ് വരിക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇതായിരുന്നു എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് 2-3 ഈ സ്ഥലത്തിൻ്റെ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് പോകാനുള്ള തീരുമാനം ഞൊടിയിടയിലെടുത്തത്. ഓക്കെ, അപ്പോൾ ആ സെറ്റിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന എല്ലാം ബ്ലൂ കളറാണ് കുറച്ച് നേരത്തിന്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്താറായി. ഇതാണ് നമ്മുടെ ഹോട്ടൽ മൊത്തം ബ്ലൂ ആണ്. എല്ലായിടത്തും ഇവിടെ കണ്ണാടി കാണാം. ഇവിടുത്തെ മെയിനായ 2-3 കാര്യങ്ങൾ ഈ മൊറോക്കോയിൽ എന്ന് പറഞ്ഞാൽ കണ്ണാടി ഒന്ന്, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വാതിലുകളൊക്കെ യുണീക്കായിരിക്കും കേട്ടോ. എല്ലാ വാതിലും ഭയങ്കര ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലമാണിത്. ഇനി ഈ സ്ഥലത്ത് നോക്കിയാലും കാണാം എല്ലാം ബ്ലൂ കളറാണ്. ഈവൻ കണ്ടോ, ബൾബിൻ്റെ ഹോൾഡർ വരെ ബ്ലൂ കളറിലാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. പിന്നെ ഞങ്ങൾ ഒരു ടീ കോഫി ഷോപ്പ് തിരഞ്ഞ് നടന്നപ്പോഴാണ് നമ്മൾ ഈ ഷെഷോവൻ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതാണ് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ. കണ്ടോ, ഓറഞ്ചിൻ്റെ കുറേ മരങ്ങൾ കാണാം. ഇനി ഞാനും എൻ്റെ ഫ്രണ്ട് 2-3 പേര് കൂടെ ഞങ്ങൾ വേറൊരു ടീംസിനെ കൂടെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ വഴി തെറ്റി. അങ്ങനെ തോന്നിയ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. ആക്ച്വലി ആ ഷോപ്പിലേക്ക് എത്താൻ കുറേ വഴിയത് വളരെ നന്നായി എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഈ വഴികളിലൂടെ പോകുമ്പോൾ ആക്ച്വലി ഇതിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് ചെറുതായി ക്യാമറ വെച്ച് പോയി എടുക്കുവാണ് ഏറ്റവും ഭംഗി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടി സാധനങ്ങൾ എനിക്കതിനോട് ഭയങ്കര കമ്പമാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് അവസ്ഥ. ഒരു സ്ഥലത്ത് നോക്കിയാൽ പോലും ഒരു ഭംഗിയില്ലാത്തൊരു സാധനം നമ്മൾ കാണില്ല. എവിടെ നോക്കിയാലും എന്തെങ്കിലും ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ ഇത് കണ്ടോ. അപ്പോൾ കണ്ടോ അവിടെ എന്താ കളേഴ്സ് എല്ലാം ഒരു കളർഫുള്ളാണ് ബേസിക്കലി. ഇത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ കുറേ ഷോപ്പിങ്ങിന് പോകുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് കൂടെ പോകുകയെന്ന് പറയുന്ന ഒരു സ്വർഗം കാണുന്ന പോലെയുള്ളൊരു ഫീൽ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ആളുകളോടൊന്നും അധികം സംസാരിക്കാൻ നിൽക്കരുത്. കാരണം നമുക്കറിയില്ല ഇവർ നമ്മളെ കോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത് അറിയാത്തൊരു വഴി കൂടെ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ്. കാരണം നമുക്ക് ആളുകളെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇവരെങ്ങനെയാണ് നമ്മളെ കറക്റ്റായിട്ട് വഴിയിലൂടെ തന്നെ കൊണ്ടുപോകും, വഴി പറഞ്ഞു തരുന്നു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ മാത്രമല്ല നമ്മളിതിൻ്റെ ഇടയിൽ പെടാൻ നല്ല ചാൻസ് കണ്ടില്ല. ഒരു ഇടുക്കായിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഭയങ്കര രസമാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസം. ഇങ്ങനൊരു സ്ഥലം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടോ എന്തൊക്കെ പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇനി 3ാമത്തെ ദിവസം ഒന്നുകൂടി ചെറുതായി നടക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഈ വഴി തെറ്റിയ കാരണമാണ് എനിക്ക് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടോ എല്ലാ സ്ഥലവും ബ്ലൂ അടിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കണം സ്വാഭാവികമായിട്ടും എന്താണ് ഈ ഫുൾ ബ്ലൂ കളർ ഇവർ അടിക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ സിറ്റിക്കും ഓരോ കളറുകളുണ്ട്. അപ്പോൾ ഈ ഷെഷോവൻ്റെ കളറാണ് ബ്ലൂ, മർക്കേഷ് പോവാണെങ്കിൽ റെഡാണ്. അപ്പോൾ ഇവിടെ എല്ലാം ബ്ലൂവിൽ ചെയ്യാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അതിന് പുറമെ കണ്ടോ കുട്ടി ഇതെന്താ സോപ്പാണ്. അങ്ങനെ ഈ സ്ഥലം അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻസെക്ട്സിനെ വീടുകളുടെ ഉള്ളിലേക്ക് കയറുന്ന ഇൻസെക്ട്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇൻഡിഗോ കളറിലുള്ള ഒരു സംഭവം അടിച്ചതാണ് സത്യത്തിൽ. പക്ഷെ അത് പിന്നെ 2-3 വീടുകൾ അടിച്ച് ഭംഗിയുണ്ടെന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ് ഇത് ത്രൂ ഔട്ട് നമ്മുടെ സിറ്റി മൊത്തം ഇങ്ങനെ ആക്കാം, അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കാമെന്ന് തീരുമാനിക്കുകയാണ്.
അങ്ങനെയാണ് ഇത് ബ്ലൂ കളറിൽ വരുന്നത്. എനിക്ക് ഇതൊക്കെ കുറേ നേരം നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യും കൂടെ ആയത് കാരണം പിന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താനും പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉള്ള കാരണം നമ്മളിങ്ങനെ പറ്റാവുന്നിടത്തോളം ഇങ്ങനെ ഒപ്പിയെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ കാണുന്ന 2-3 കാര്യങ്ങളാണ് ഈ വാളും പിന്നെ ഈ പെയിൻറ്റിങ്ങും. എനിക്ക് ഇവിടുന്ന് പെയിൻറ്റിങ് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇവിടത്തേക്കാൾ നല്ലത് മർക്കേഷാണ് കുറച്ചുകൂടി ലാഭം. പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോയാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കും കേട്ടോ. കുറച്ച് പൈസ കൂടുതലാണെങ്കിലും ഇവിടുത്തെ ആ ഒരു പെയിൻറ്റിംഗ് ഒക്കെ വാങ്ങിച്ച ഒരു പ്രത്യേക രസം തന്നെ ഉണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയും നല്ലത് ചിലപ്പോൾ മർക്കേഷിൽ കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടോ ഈ സൊവീനിയേഴ്സാണ്. നമ്മൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ നിർത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണി. ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, വീഡിയോയിൽ ഇങ്ങനെ പറ്റുന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എസ്പെഷ്യലി ദോസ് ഹു ലൈക്ക് ടു ഷോപ്പ്, അവർക്കിതൊരു നല്ല കാഴ്ചയായിരിക്കും. അല്ലാത്തവർക്ക് ഇത് എന്ത് എന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് ബ്യൂട്ടിഫുള്ളാക്കിയൊരു സിറ്റി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എത്ര നന്നായി വെക്കാം എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നിയൊരു ദിവസമായിരുന്നു. കാരണം ഇത് കാണാൻ പറ്റി എന്നുള്ളൊരു സംഭവം. അപ്പോൾ നിങ്ങൾ കുറച്ച് എൻജോയ് ചെയ്യും. ഇവിടുത്തെ വേറൊരു കച്ചവടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്, ഓരോ ഏരിയാസ് അവർ വെച്ചിട്ട് അവർ ആ ഏരിയയിൽ പോയിരുന്ന് ഫോട്ടോ എടുക്കാൻ നമ്മുടെ അടുത്ത് ചാർജ് ചെയ്യും. അങ്ങനെയാണ് പല ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും ഇവിടെ വരുന്നത്. അതായത് ഇങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പൈസ കൊടുത്താൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാം. ആ രീതിയിലൊക്കെ ചെയ്ത് വെക്കാറുണ്ട് അവർ.
നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു മല കയറിയിട്ട് അവിടുന്ന് നമ്മൾ ഷെഷോൻ്റെ ഫുൾ സിറ്റി വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മുകളിലെത്തി നമ്മുടെ ഷെഷോൻ സിറ്റിയുടെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ചെയറൊക്കെ തന്നു, അവരൊരു മൊറോക്കൻ ടീ ഓഫ് കോഴ്സ് തന്നു. അങ്ങനെ അതും കുടിച്ച് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഈ സിറ്റി നൈറ്റ് ആവുന്നത് വരെ കുറേ ഇവിടെ ഇരുന്നു. നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടിപൊളി സിറ്റി വ്യൂ ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു കടന്ന് ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ടജൈനാണ് നോർമലി നിങ്ങൾ ആ പാത്രത്തിൽ കാണുന്ന സംഭവം. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പലരും ചോദിച്ചത് എന്താണ്, അതാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ബ്ലൂ സിറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സീ യു, ബൈ.